ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തിയുടെ റെസിപ്പി ആയാലോ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ 2 ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, കുറച്ച് തക്കാളി, ഒരു സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു കറി ലീഫ് കേട്ടോ, ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ മാഗി ക്യൂബ്, ജീരകം, കുരുമുളക്, ഏലക്കായ, ഗ്രാമ്പൂ, നമ്മുടെ സ്പൈസസ് ഇല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പം പിന്നെ മാഗി ക്യൂബ് 2 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, 4 പീസ്. നിങ്ങൾക്ക് കുറച്ച് ഒന്നാണെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ 2 ക്യൂബ് ചേർത്ത് കൊടുത്തതിന് കൊണ്ട് കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി കേട്ടോ കളറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കറിയിൽ പിന്നെ മസാലയിൽ കിട്ടുന്ന ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക, 1 സ്പൂണ്. ബട്ടർ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ഈ മന്തിക്ക് കിട്ടുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അവിടെ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ രാവിലെ വെച്ചിട്ട് വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളെ കുക്കറിൽ വെച്ചിട്ട് ഒരു 8-9 വിസിൽ കേട്ടോ. ഉണക്ക നാരങ്ങയും കൂടെ ഇടാൻ മറക്കരുത്. എന്നിട്ട് അതിന് വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ടതില്ല. അതവിടുന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പിന്നെ ബീഫിലിട്ട് അതേ സ്പൈസസ് കേട്ടോ, കറി ലീഫും ഏലക്കായും കുരുമുളകും മല്ലിയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുന്നതിന് കുറച്ച് പിന്നെ ഓയിൽ, സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരി അത് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പേ പുതിർത്തി വെക്കണം. അത് കൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ബീഫൊക്കെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഫ്രൈ ആക്കാൻ വേണ്ടി അതിൻ്റെ മസാലയൊക്കെ വെള്ളമൊക്കെ അവിടെ വെച്ചിട്ട് ഈ ബീഫ് മാത്രം കോരി പാനിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മസാലയാണ് കേട്ടോ ബാക്കി കിടക്കുന്നത്. അങ്ങനെ ബീഫ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് വെന്തതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ ബാക്കി വന്ന മസാലയില്ലേ അത് പിന്നെ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് ചോറ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഞാൻ വെറുതെ അങ്ങനെ ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ, വീഡിയോക്ക് വേണ്ടിയിട്ട്, അല്ലാതെ ചേർക്കലൊന്നുമില്ല. എന്നിട്ട് പിന്നെ നമ്മൾക്ക് ചാർക്കോളിട്ട് പച്ചമുളകൊക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ട് മസാല ചുറ്റിലും അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ബീഫ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് മന്തിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. കയ്യിൽ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉടഞ്ഞ് വരണം കേട്ടോ. പിന്നെ ഇത് ഒരു അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കാരണം ഒരുപാട് തരത്തിൽ മന്തി ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഉണ്ടാക്കാൻ മറക്കല്ലേ. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഇതുപോലെ ദം ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു ഈ മന്തി കഴിച്ചിട്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ എന്നിട്ട് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയ വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.